മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ഇപ്പോൾ ഈ പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സ്കൂളിൽ തന്നെ ഞാൻ 8ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ അധ്യാപിക സൂസൻ ടീച്ചർ എഴുതി തന്ന ഒരു പ്രസംഗം അത് ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും പറയുന്നതിനിടയ്ക്ക് എന്തെങ്കിലും മറന്നു പോവുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്ന് നോക്കാൻ പാകത്തിൽ എൻ്റെ കയ്യിലങ്ങോട്ട് കടന്നുപോയി. അതിനുശേഷം വലിയൊരു പ്രാസംഗികനായി ഏതാണ്ട് 1000-ൽ കൂടുതൽ പ്രസംഗങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ എൻ്റെ തുടക്കം ഈ സ്കൂളിൽ നിന്നായിരുന്നു. അതാണ് എനിക്ക് എടുത്തു പറയുവാനുള്ളത്. ഇപ്പൊ നമ്മുടെ സ്കൂള് അത്ര മോശമൊന്നുമല്ല. ഞങ്ങളൊക്കെ ഏതെങ്കിലും നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അതിന്റെ പേരെന്ന് പറയുന്നത് ഈ സ്കൂൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാം. പിന്നെ ശിശുദിനത്തെ കുറിച്ചും ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ മുൻപേ പ്രസംഗിച്ചവര് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ ചിന്താ മണ്ഡലത്തിലേക്ക് ഞാൻ ഇട്ടു തരികയാണ്. നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് എൻ്റെ തന്നെ ഒരു വിജയമായിരിക്കും. ഒന്നാമത്തെ കാര്യം ഇതാണ്: ജീവിതം സംഗീതമാണ്. കുയിൽ പറഞ്ഞു, വരൂ കൂടെ വന്നാൽ പാടാം. ജീവിതം ജോലിയാണ്, തേനീച്ച മൂളി അലസരായി നടന്നാൽ തേൻ ലഭിക്കുകയില്ല. ജീവിതം പൂനിലാവാണ്, നക്ഷത്രങ്ങൾ പറഞ്ഞു ഈ ശീതള കിരണങ്ങൾ എത്ര തന്നെ മനോഹരമല്ല. ജീവിതം നിർമ്മലമാണ്, പതഞ്ഞൊഴുകുന്ന കാട്ടരുവി പാടി സ്വച്ഛന്ത സുന്ദരമായി ഒഴുകാൻ ശ്രമിക്കും. രണ്ടാമത്തേത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ തന്നെ വാക്കുകളാണ്. 1948 അദ്ദേഹം സാഗർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു: യു ഷുഡ് ബി ക്രിയേറ്റീവ്, ഡൈനമിക് ആൻഡ് അഡ്വഞ്ചറസ്. നിങ്ങൾ ക്രിയാത്മകതയുള്ളവരും സർഗാത്മകതയുള്ളവരും അതേപോലെ തന്നെ സാഹസികരുമായിരിക്കണം എന്ന് അദ്ദേഹം അവിടുത്തെ വിദ്യാർത്ഥികളോട് പറഞ്ഞു. മൂന്നാമത്തേത് ആൽഫ്രഡ് ലോർഡ് ടെനിസൺ എന്ന് പറയുന്ന കവി, അദ്ദേഹം യുളിസസ് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ഹോമറിന്റെ ഒഡീസി എന്നുള്ള ഒരു മഹാകാവ്യത്തെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയതാണ്. ആ കവിതയുടെ ഇതിവൃത്തം ഇതാണ്: ട്രോജൻ യുദ്ധത്തിന് ശേഷം, ബാക്കി കാര്യങ്ങൾ ഈ ഇലിയഡും ഒഡീസിയും 2 മഹാകാവ്യങ്ങളാണ്. അതിന്റെ മലയാളം പതിപ്പ് നമുക്ക് കിട്ടും. വിളിച്ച് വായിച്ചു നോക്കിയാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതില് ഒഡീസി എന്നുള്ള അതില് നമ്മുടെ ഈ കവിതയിൽ വരുന്ന ആ ഭാഗം മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ഒഡീസിയസ് എന്ന് പറയുന്ന യുദ്ധവീരൻ ട്രോജൻ യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം ഇത്താക്ക എന്ന തന്റെ നാട്ടുരാജ്യത്തിലേക്ക് വന്നു. അപ്പൊ ഇദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാം ടെലിമാക്കസ് എന്ന് പറയുന്ന തന്റെ മകനാണ് രാജ്യം ഭരിച്ചിരുന്നത്. അതിസുന്ദരിയായ തന്റെ ഭാര്യ പെനിലപ്പി ഇദ്ദേഹത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ യുദ്ധം കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു തോന്നൽ, ഇനി ഞാൻ രാജ്യഭാരം ഒന്നും ഏറ്റെടുത്തിട്ട് വലിയ കാര്യമില്ല, കാരണം എൻ്റെ മകൻ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്, ഇനി ഞാൻ ഒരു യാത്രയ്ക്ക് പോയാലോ എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അതിനുശേഷം വളരെ അന്നത്തെ രീതിയിൽ കാറ്റിനെയും കടലിനെയും ഒക്കെ ചെറുക്കാൻ പറ്റിയ കുറെ നൗകകൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായിട്ട് ലോകം ചുറ്റിക്കാണാൻ ഇറങ്ങുകയാണ്. ഇവിടെയാണ് ആൽഫ്രഡ് ലോർഡ് ടെനിസന്റെ യുളിസസ് എന്ന കവിത ആരംഭിക്കുന്നത്. തുടർന്ന് വേറുള്ള യാത്രയിലെ ആൽഫ്രഡ് ലോർഡ് ടെനിസൺ എന്ന വ്യക്തിയിലെ സാഹസികത ഉണരുകയും അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നു. I will go to the utmost bounds of nature. I'll drink to the dregs from the cup of life. For we are in this world to strive, to seek, to find out and know to give. പ്രപഞ്ച സീമകൾ വരെ ഞാൻ പോകും,
ജീവിതമാകുന്ന മധുചഷകത്തിൽ നിന്ന് അതിൻ്റെ അവസാനത്തെ തുള്ളി വരെ ഞാൻ കുടിക്കുന്നു. കാരണം നാം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് പരിശ്രമിക്കുവാനും അന്വേഷിക്കുവാനും കണ്ടെത്തുവാനുമാണ്, കീഴടങ്ങുവാനല്ല. ഈ 3 കാര്യങ്ങളവിടെ നിൽക്കട്ടെ. ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്പം കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും തിരിച്ചങ്ങോട്ടേക്ക് പോകാം. എൻ്റെ അറിവിൽ ഈ ലോകത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് ഐസ്ലൻഡാണ്. ഇത് സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുമ്പോഴേക്കും അവിടെ ജനസംഖ്യ വളരെ കുറവാണ്. പക്ഷെ എന്നാലും വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന ഏറ്റവും നല്ലൊരു നിയമം ആ രാജ്യം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഐസ്ലൻഡിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടിക്ക് അവിടെ ഒരു ജോലി വേണമെങ്കിൽ അവൻ ഒരു ഡിഗ്രി പാസ്സായിരിക്കണം, മിനിമം ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. കേൾക്കുമ്പോൾ വളരെ പ്രയാസമായിട്ട് തോന്നും, കാരണം നമ്മുടെ ഇവിടെ എല്ലാവരും ഡിഗ്രി പാസ്സാവുന്നുണ്ട്. അവിടെ ഒരു കുട്ടിയെ ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ മാതാപിതാക്കളും അധ്യാപകരും അവന്റെ അഭിരുചി, അവന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മാത്രമേ അവനെ പഠിപ്പിക്കാവൂ. അതിന് വിപരീതമായിട്ട് ചെയ്താൽ അധ്യാപകനും മാതാപിതാക്കളും ജയിച്ചിച്ച് അനുഭവിക്കേണ്ടി വരും. അത് എഴുതി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല. ആ സെക്കൻഡിൽ ഈ നിയമത്തിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരും ഭാഗ്യവതിമായിട്ടുള്ള വിദ്യാർത്ഥികൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഐസ്ലൻഡിലെ കുട്ടികളാണ്. കാരണം അവരുടെ അഭിരുചിക്കനുസരിച്ച്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവരെ അവിടെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയും അത് തന്നെയാണ്. സാമ്പത്തിക ശാസ്ത്രം പഠിക്കേണ്ടവനെ ഇടിച്ച് പിഴിഞ്ഞ് എഞ്ചിനീയർ ആക്കാൻ നോക്കും, അവൻ എങ്ങും എത്തത്തില്ല. ഈ രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസം പോകുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു അധ്യാപകന്റെ റോള് എന്താണ്, ആരാണ് ഒരു അധ്യാപകൻ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. പിന്നെ അധ്യാപകരായ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വിധികർത്താക്കൾ സമൂഹമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളെ വിധിക്കുന്നത് സമൂഹമാണ്, നിങ്ങളുടെ സേവനത്തെ വിലയിരുത്തുന്നത് സമൂഹമാണ് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യവും നിങ്ങൾക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല അധ്യാപകരായിട്ട് മാറാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ആരൊക്കെയോ ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ആണ്, ഈ കുട്ടികളാരും ഒന്നുമല്ല എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവരെ നല്ലതായിട്ട് പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു അധ്യാപകനോ അധ്യാപികയോ ആകാൻ സാധിക്കുകയില്ല. ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിദ്യാർത്ഥി തന്നെയാണ്. എന്നും ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കണം ഒരു അധ്യാപകൻ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് നല്ലൊരു അധ്യാപകനായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ തന്നെ ഉത്തരം തന്നേക്കാം. ഏറ്റവും നല്ലതായിട്ട് കുട്ടികളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന, ഏറ്റവും നല്ല ജീവിതം എന്താണെന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ഏറ്റവും നല്ല അധ്യാപകൻ. ഭാഗ്യത്തിന് ഇന്ത്യയിൽ ഇല്ലാത്തതും അത് തന്നെയാണ്. കാരണം ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരുപാട് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഇവിടുന്ന് ഒക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പൗരബോധം എന്നുള്ളൊരു സാധനമില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പരാജയവും അത് തന്നെയാണ്. ഈ പൗരബോധത്തിന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് വിദ്യാലയങ്ങളാണ്. അത് ചെറുതോ വലുതോ ആയിട്ടുള്ള വിദ്യാലയങ്ങളാണ്. അപ്പോൾ അവരിൽ പൗരബോധം സൃഷ്ടിച്ചെടുക്കേണ്ടത്, അവരിൽ പൗരബോധം ഉള്ളവരാക്കി വളർത്തേണ്ടത്, അങ്ങനെ കൊണ്ടുവരേണ്ടത് അധ്യാപകരുടെ ജോലിയാണ്. അതിന് കഴിയാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസം ഒരു തികഞ്ഞ പരാജയമാണ്. മറ്റെന്തൊക്കെ ഉണ്ടായാലും പൗരബോധമില്ലെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ ഇതുള്ള സമൂഹത്തിന് മുമ്പിൽ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇന്ത്യയും ഇന്ത്യയുടെ വിദ്യാഭ്യാസവും. അതുകൊണ്ട് അധ്യാപകർ ഒന്ന് ആത്മശോധന നടത്തുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇതുവരെ ഏത് മനോഭാവത്തോടു കൂടെയാണ് എൻ്റെ ക്ലാസ്സിലേക്ക് ചെന്നിട്ടുള്ളത്? ഞാൻ എങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു? ഞാൻ എന്ത് പഠിപ്പിച്ചു? ഞാൻ എന്ത് പഠിപ്പിക്കണമായിരുന്നു? ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നിൽ വരുത്തേണ്ടത് എന്ന് ചിന്തിച്ചാൽ, അതിന് മറുപടി കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും
അത് സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു സേവനമായിരിക്കും. ഓർക്കുക, നിങ്ങളുടെ വിധികർത്താക്കൾ സമൂഹമാണ്. വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ ആ 3 കാര്യങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ജീവിതം സംഗീതമാണ്. കുയിൽ പറഞ്ഞു, വരൂ കൂടെ വന്നാൽ പാടാം. എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണല്ലോ അല്ലേ? സംഗീതം ഇഷ്ടമാണല്ലോ. അപ്പോൾ ജീവിതത്തിൽ സംഗീതം വേണം. നക്ഷത്രങ്ങൾ പറഞ്ഞത് ജീവിതം ഊന്നുലാവാണ്, ഈ ശീതള കിരണങ്ങൾ എത്ര തന്നെ മനോഹരമല്ല എന്നാണ്. ഇവിടെ നമുക്ക് ആ ഊന്നുലാവിനെ പ്രകാശമായിട്ട് എടുക്കാം. നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇരുണ്ട വശവുമുണ്ട്, ഒരു തിളങ്ങുന്ന വശവുമുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആ തിളങ്ങുന്ന വശം മാത്രം എടുക്കുക, പ്രകാശത്തോട് ചേർന്ന് നിൽക്കുക, പ്രകാശത്തോട് ചേർന്ന് സഞ്ചരിക്കുക, അന്ധകാരത്തെ അകറ്റി നിർത്തുക. അപ്പോൾ നമ്മുടെ ജീവിതം സുന്ദരമാകും. അതേപോലെ തന്നെ കാട്ടരുവി പറഞ്ഞത് ഇതാണ്, ജീവിതം നിർമ്മലമാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങളിൽ നൈർമല്യം ഉണ്ടായിരിക്കണം, നിങ്ങൾ നിർമ്മലരായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ഓരോ കടമ്പകൾ നമുക്ക് കടക്കാനായിട്ട് സാധിക്കും. ഇനി നെഹ്റു പറഞ്ഞത്, തേനീച്ച പറഞ്ഞത്, ആൽഫ്രഡ് ലോ ടെനിസൺ പറഞ്ഞതും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. തേനീച്ച പറഞ്ഞത് ഇതാണ്, ജീവിതം ജോലിയാണ്, അലസരായി നടന്നാൽ തേൻ ലഭിക്കുകയില്ല. നെഹ്റു പറഞ്ഞു, യു ഷുഡ് ബി ക്രിയേറ്റീവ്, ഡൈനാമിക് ആൻഡ് അഡ്വഞ്ചറസ്. നിങ്ങൾ ക്രിയാത്മകതയുള്ളവരും ചലനാത്മകതയുള്ളവരും അതേപോലെ തന്നെ സാഹസികരുമായിരിക്കണം. ആൽഫ്രഡ് ലോ ടെനിസൺ പറഞ്ഞതാണ്, we are in this world to strive, to seek, to find out and know you. നാം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് പരിശ്രമിക്കുവാനും അന്വേഷിക്കുവാനും കണ്ടെത്തുവാനുമാണ്, കീഴടങ്ങുവാനല്ല എന്നാണ്. അപ്പോൾ ഇവിടെ കഠിനാധ്വാനത്തിന്റെ ആവശ്യകത അതാണ് മനസ്സിലാകുന്നത്. ജീവിതത്തിൽ നാം വിജയിക്കണമെന്നുണ്ടെങ്കിൽ നാം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ഒരിക്കലും കീഴടങ്ങരുത്, ഒരിക്കലും പരാജയപ്പെടരുത്. അപ്പോൾ ഈ കഠിനാധ്വാനം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കുന്നു. അതിനും ഉത്തരമുണ്ട്. ഞാൻ തുടക്കം മുതൽ പറയാതെ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കാതലായ എൻ്റെ ഈ സംസാരത്തിന്റെ, ഈ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ ഭാഗവും അതാണ്, ടൈം മാനേജ്മെന്റ്. ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് സമയത്തിന് പുറകെ പോകാം, നമ്മളെന്നും എല്ലാ കാര്യത്തിലും പിറകിൽ തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ സമയത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം, കുറേയൊക്കെ ജീവിതത്തിൽ വിജയം വരിക്കാനായിട്ട് സാധിക്കും. അതുമല്ലെങ്കിൽ സമയത്തിന് മുൻപേ പറക്കാം, കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിച്ചതെന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഈ ലോകത്തിലുണ്ട്. അവരെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ അത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക തീർത്ഥയാത്രയാണ്. ഇതെവിടെയും അവസാനിക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമയം വളരെ ചെറുതാണ്. ഈ ചെറിയ സമയം, അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയം എങ്ങനെ നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുക്കി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നു, അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു, അത് ഏറ്റവും ഉദാത്തമായ രീതിയിൽ ഉപയോഗിക്കുന്നു, ആ വ്യക്തി മാത്രമേ ഇവിടെ ശരിക്കും ജീവിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവസാനമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ആരൊക്കെയോ ആണ്, അല്ലെ എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിക്കരുത്. നമ്മൾ ആരുമല്ല, നമ്മൾ ഒന്നുമല്ല, നമ്മൾ വെറും സാധാരണക്കാരാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആകാം. മറിച്ചായാൽ നിങ്ങൾ ഒന്നും ആകാൻ സാധിക്കുകയില്ല. എല്ലാവരും എളിമയും വിനയവും അനുസരണയും സ്നേഹവും സഹവർത്തിത്വവും ഒക്കെ ഉള്ളവരാകാനായിട്ട് ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.